നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. 2026 മേടമാസത്തിൽ മേടൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ മേടൻ രാശിയുടെ 12ാം ഭാവത്തിലും ജന്മഭാവത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. 6ാം ഭാവാധിപനായ ബുധൻ മേടം 17 വരെ 12ാം ഭാവത്തിലും ശേഷം മേടൻ രാശിയിലുമായി സഞ്ചരിക്കുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ നീചാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ അഗ്നിമാരുത യോഗം നിർമ്മിച്ചു നിൽക്കുന്ന ചൊവ്വയോടും ശനിയോടും യോഗം ചെയ്യുന്നുമുണ്ട്. രണ്ട് ഗ്രഹങ്ങളും സമഗ്രഹങ്ങളാണ്. എങ്കിലും 12ാം ഭാവത്തിലും ജന്മഭാവത്തിലുമായി സ്ഥിതി ചെയ്യുന്ന മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ആരോഗ്യത്തെ കുറയ്ക്കുകയും മെൻ്റൽ ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നേത്രരോഗം, ഉഷ്ണരോഗം, കുടൽ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുണ്ടാകുന്നു. 5ാം ഭാവാധിപനായ സൂര്യൻ ജന്മഭാവത്തിൽ ഉച്ചനായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വിദ്യാപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതി പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് എക്സാമിനുകളിലും ഇൻ്റർവ്യൂകളിലും വൻപിച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാം. കുട്ടികൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുന്ന സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വൻപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും. 10ാം ഭാവാധിപനായ ശനി 12ാം ഭാവത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ പാപഗ്രഹയോഗത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ കർമ്മരംഗത്ത് മറ്റുള്ളവരുമായി സഹകരിച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രയാസപ്പെടും. തൊഴിൽ ചെയ്യുന്നിടത്ത് സുഖഹാനി അനുഭവപ്പെടും. മാനസികമായി വൻപിച്ച പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യുക. പ്രയാസങ്ങൾ കുറയും. എന്നാൽ 7ാം ഭാവാധിപനായ ശുക്രൻ്റെ ജന്മഭാവത്തിലും സ്വക്ഷേത്രത്തിലുമുള്ള സഞ്ചാരം ബിസിനസ്സുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ പ്രയോജനപ്രദമായിരിക്കും. ബിസിനസ്സുകാർക്ക് ചർച്ചകളിൽ അനായാസമായി സംസാരിക്കാനും പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാനും കഴിയുന്ന സമയമാണ്. വിദേശ ബിസിനസ്സുകൾ ഉയർച്ചയിലേക്ക് പോകും. അതിനുവേണ്ടി ശുക്രൻ സഹായിക്കും. വസ്ത്രാഭരണാദി ലാഭമുണ്ടാകും. വീട്, വാഹനം എന്നിവ ക്രയവിക്രയം ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. സാംസ്കാരിക രംഗത്തുള്ളവർക്കും അനുകൂല സമയമാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. പ്രണയം വിവാഹത്തിന് വഴിയൊരുക്കും. ദമ്പതികൾക്കും സന്തോഷാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ്. വിവാഹാലോചനകൾ തുടരാൻ കഴിയുകയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യും. വ്യാഴം 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ജീവിതാനുഭവങ്ങൾ കൂടുതൽ ഗുണകരമാക്കാൻ കഴിയും. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ജൂൺ 2 ശേഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും.